ഹലോ കൂട്ടുകാരെ, ഒരു ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് കാണിക്കാൻ വന്നതാണ് നിങ്ങളെ. ഈ ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് നമുക്കൊരു തുണി എങ്ങനെ കട്ട് ചെയ്യാം, അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റിച്ചിങ്. അപ്പോൾ ആദ്യം നമുക്കിത് അളവെടുക്കാം. അപ്പോൾ ഈ ബ്ലൗസ് ഇങ്ങനെ കമത്തിയാണ് ഞാൻ അത് വിരിച്ചിട്ടിരിക്കുന്നത്. നല്ല രീതി പുറകുവശമാണ് നമുക്ക് കാണുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത്, ബാക്ക് പാർട്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്താണ് നോക്കുന്നത്. ഇപ്പോൾ 14 ഇഞ്ച് ബ്ലൗസിന് ഇറക്കമുണ്ട്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 15 ഇഞ്ച് ഇറക്കം വേണ്ടി വരും. അപ്പോൾ കറക്റ്റായിട്ട് ഷോൾഡറിൽ നിന്ന് താഴോട്ട് ടേപ്പ് വെച്ച് കറക്റ്റായിട്ട് അളവെടുക്കണം. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂടി ഇട്ട് 15 ഇഞ്ച് ആണ് ഈ ബ്ലൗസിന് വേണ്ടത്. അത് നമ്മൾ ബുക്കിൽ എഴുതി വെക്കുകയും വേണം. പിന്നെ അത് കഴിയുമ്പോൾ ചെസ്റ്റ് അളവാണ്. അത് നമ്മുടെ ആം ഹോളിൻ്റെ തൊട്ട് താഴെയായിട്ട് ടേപ്പ് നന്നായിട്ട് പിടിച്ച് അത് എത്ര അളവുണ്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിടണം. ഇപ്പോൾ അത് 21 ഇഞ്ചാണ് ചെസ്റ്റ് അളവ്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ 23 ഇഞ്ച് ചെസ്റ്റ് അളവിൽ വേണം അളക്കാൻ. പിന്നെ അത് കഴിഞ്ഞുള്ളത് നമുക്ക് ബ്രസ്റ്റ് അളവാണ്. ബ്രസ്റ്റ് അളവ് ഇത് 19 ഇഞ്ചുണ്ട്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടിയിടണം. അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് ഷേപ്പ് ഇവിടെ 17 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടി 19 ഇഞ്ച്. പിന്നീട് എടുക്കുന്ന അളവെന്ന് പറഞ്ഞാൽ നമുക്ക് ആം ഹോളിൻ്റെ അളവ് കണ്ടുപിടിക്കണ്ടേ. ഷോൾഡർ, ഇതിപ്പോൾ ഷോൾഡറാണ് നോക്കുന്നത്. ഷോൾഡർ എപ്പോഴും നോക്കുമ്പോൾ തയ്യൽ തുമ്പ് കൂട്ടി വേണം ഷോൾഡറിൻ്റെ ടേപ്പ് പിടിക്കാൻ. അപ്പോൾ ഇവിടെ 11.25 ഇഞ്ചുണ്ട്. അതിൻ്റെ പകുതി ആണ് അതിൻ്റെ ഷോൾഡറായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഷോൾഡറിൽ നിന്നാണ് പിന്നെ നമ്മൾ കഴുത്തകലം എടുക്കുന്നത്. അടുത്തത് ആം ഹോളാണ്. ആം ഹോളിൻ്റെ അളവെടുക്കുന്നത് ഞാനെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്നുള്ള രീതിക്കാണ് ബ്ലൗസിൽ നിന്ന് അളവെടുക്കുന്നത്. അതിൻ്റെ ഫുൾ ലെങ്തിൽ നിന്ന് ആം ഹോളിന് താഴെയുള്ള ആ അളവ് കുറയ്ക്കും ഞാൻ. ഫുൾ ലെങ്ത് 14 ഇഞ്ചാണെങ്കിൽ ആ ആം ഹോളിൻ്റെ താഴെയുള്ള അളവ് നോക്കിയിട്ട് ഫുൾ ലെങ്തിൽ നിന്ന് ആം ഹോളിൻ്റെ താഴെയുള്ള അളവ് കുറയ്ക്കും. ഇപ്പോൾ 5.5 കിട്ടിയിരിക്കുന്ന ആം ഹോള്. ഫുൾ ലെങ്ത് നമ്മളിപ്പം ബ്ലൗസിനുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ആം ഹോളിൻ്റെ താഴത്തെ എത്രയാണ് അളവ് വരുന്നത് അത് കുറച്ചാൽ മതി. കറക്റ്റ് അതിൻ്റെ ആം ഹോളിൻ്റെ അളവ് കിട്ടും. ഇനി അതിൻ്റെ നമുക്ക് കൈനീളം നോക്കാം. HL ഇപ്പോൾ 7 ഇഞ്ചാണ്. 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 8 ഇഞ്ച് ലെങ്ത് വേണ്ടി വരും, ഹാൻഡ് ലെങ്ത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് കഴുത്തിറക്കമാണ്, പിൻ കഴുത്തിറക്കം. അതുപോലെ തന്നെ ഫുള്ള് ലെങ്തിൽ നിന്ന് കഴുത്തിറക്കത്തിൻ്റെ താഴെയുള്ള ഭാഗം അത് എത്രയുണ്ട് അത് കുറച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോൾ ആ കഴുത്തിറക്കം കിട്ടും. ഫുൾ ലെങ്തിൽ നിന്ന് കഴുത്തിൻ്റെ താഴെയുള്ള വശത്തുള്ള അളവ് എടുത്തിട്ട് ആ ഫുൾ ലെങ്തിൽ നിന്ന് അത് കുറയ്ക്കണം. കുറച്ച് കഴിയുമ്പം ആ മൊത്തം നമ്മുടെ കഴുത്തിറക്കം എത്രയാണെന്നുള്ളത് കറക്റ്റ് കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്നത് 8 ഇഞ്ച് കഴുത്തിറക്കം വരുന്നുണ്ട്. ഫുൾ ലെങ്തിൽ നിന്ന് കഴുത്തിൻ്റെ താഴത്തെ അളവ് ആ അളവ് കുറയ്ക്കണം. ഫ്രണ്ട് കഴുത്തും അതുപോലെ തന്നെ. ആ പടി വെച്ചേക്കുന്നതിൻ്റെ അടുത്ത അളവെടുക്കണം. ഫുൾ ലെങ്തിൽ നിന്ന് ആ പടി വെച്ചേക്കുന്ന അളവ് കുറയ്ക്കുമ്പോഴത്തേക്ക് എത്ര കിട്ടുന്നു. ഇതിപ്പോൾ നമുക്ക് 6 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടുമ്പോൾ 6.5 ഇഞ്ച് കിട്ടും മുൻകഴുത്തിറക്കം.
അടുത്ത് നമുക്ക് ടക്കടിക്കുന്നതാണ്. ടക്കടിയുടേത് ടേപ്പ് ഷോൾഡറിൽ നിന്ന് നേരെ പിടിച്ച് താഴോട്ട് ആ ടക്ക് എവിടം വരെ വന്നിട്ടുണ്ടെന്ന് നോക്കണം. 1/2 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പും കൂടെ കഴിച്ച് എത്ര വരും? 10 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ടക്കിൻ്റെ നേരെ 10 ഇഞ്ചിൻ്റെ നേരെ വേണം വരച്ചിടാൻ. ആ 10 ഇഞ്ചിൽ നിന്ന് ആം ഹോളിൻ്റെ കർവ് നോക്കി അവിടോട്ട് ഒരു 2 ഇഞ്ച് വരച്ചിടണം. അതുപോലെ തന്നെ പടി വെച്ചേക്കുന്നിടത്തോട്ടും നമ്മൾ ടേപ്പ് തിരിച്ച് അവിടുന്ന് ഒരു 1.5 ഇഞ്ച്. ഇപ്പം ഞാനിത് തയ്ക്കാൻ നേരത്ത് അതിൻ്റെ കറക്റ്റായിട്ട് ഞാൻ വരച്ച് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെട്ടാം. ആദ്യമേ നമുക്കതിൻ്റെ ഇറക്കം, അതിൻ്റെ ലെങ്ത് നോക്കാം. 15 ഇഞ്ച് ലെങ്താണ് ബ്ലൗസിന്. പിന്നെ അതിൻ്റെ ചെസ്റ്റ് വണ്ണം, പിന്നെ അതിൻ്റെ ഷോൾഡർ, കഴുത്തകലം, പിൻകഴുത്തിറക്കം, ആം ഹോള്. ഇതിപ്പോൾ കറക്റ്റായിട്ട് ആ അളവ് നമ്മളെടുത്ത ആ ബ്ലൗസിൻ്റെ അതേ അളവാണോ എന്ന് നമ്മൾ കഴുത്തിൻ്റെ താഴെ വെച്ച് നോക്കണം. കഴുത്തിറക്കം കറക്റ്റാണോ എന്ന്. അതുപോലെ ആം ഹോളിൻ്റെ അവിടെയും അതിൻ്റെ കറക്റ്റാണോ എന്ന് നോക്കണം. അപ്പം അത് അളവെടുത്ത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻ്റ് എഴുതണം. കണ്ടോ, ആ ബ്ലൗസിൽ വെച്ച് നോക്കണം. ഇതേ അളവ് വരുന്നുണ്ട്. 1/2 ഇഞ്ച് എന്തായാലും തയ്യൽ തുമ്പ് കൂടെ കഴിച്ച് ആ ബ്ലൗസിൻ്റെ അത് നോക്കിയാൽ മതി. അത് മനസ്സിലാകാൻ പറ്റും. അപ്പോൾ അത് നോക്കണം. പെട്ടെന്ന് നമുക്ക് ബ്ലൗസിൻ്റെ അളവെടുക്കാൻ പറ്റും. പിന്നെ 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ ചരിച്ച് 1/2 ഇഞ്ച് ഷേപ്പ് കൊടുക്കണം. നമ്മൾ കൈയുടെ വണ്ണം 9 ഇഞ്ച്, കൈ നീളം 7.5. ഞാനെടുത്ത 7.5ആണ്. കൈ അടിവണ്ണം 7. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൈക്കുഴിയുടെ അവിടെ 2.5 ഇഞ്ച് കൈക്കുഴിക്ക് വരച്ചിട്ടിട്ട് ഇവിടുന്ന് വളച്ച് ഇതിനകത്തോട്ട് കൊടുക്കും. ഇവിടുന്ന് താഴോട്ട്. ഇതാണ് എൻ്റെ സ്ലീവിൻ്റെ. ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട് ക്രോസ് ആയിട്ട് എങ്ങനെയാണ് തുണി വെട്ടാനിടേണ്ടതെന്ന്. കോണോട് കോണിട്ട് വേണം നമ്മളിത് ബ്ലൗസിന് തുണി വെട്ടാൻ. ഒന്ന് വരച്ചിടാൻ വേണ്ടിയാണ്. ഈ അളവിലല്ല ഇത് വെട്ടുന്നതും തയ്ക്കുന്നതെന്നും. നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചിടുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു കണക്കിന്. വീണ്ടും നമ്മളൊന്ന് അളവെടുക്കും. അപ്പോൾ ഷോൾഡറിൻ്റെ ഇവിടെ ഒരു മാർക്ക് ഇടണം. ഇവിടെ താഴെ ഇതിൻ്റെ ഇറക്കത്തിന് മാർക്കിടണം. കഴുത്തകലത്തിൻ്റെ അവിടെ ഒന്ന് മാർക്കിടണം. പിന്നെ ഷോൾഡർ, കൈക്കുഴി, ഇവിടുന്ന് നമുക്ക് 1 ഇഞ്ചും കൂടെ കൂടുതൽ വേണം. ഇവിടെ നമുക്ക് 1 ഇഞ്ചും കൂടെ കൂടുതൽ അളന്നിടണം താഴെ വരെ. 1 ഇഞ്ച് നമുക്കത് കൂടുതൽ വേണം. കഴുത്തിറക്കം നമുക്ക് ഫ്രണ്ട് കഴുത്തിറക്കം 6.5 ഇഞ്ച് മതി. തയ്യൽ തുമ്പും കൂടെ കൂട്ടി 6.5 ഇഞ്ച്. ഇതെടുത്ത് മാറ്റിയതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് അളന്ന് നോക്കാം. നമ്മൾ ഷോൾഡർ കറക്റ്റായിട്ട് അതിലെടുത്ത പോലെ തന്നെ ആ അളവ്. ആം ഹോള് ഇച്ചിരിയും കൂടെ താഴോട്ട് വരും. ശകലം വ്യത്യാസമുണ്ട് ആം ഹോളിൻ്റെ. ഇവിടെ 2.25 എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് മുൻകഴുത്തിറക്കം 6.5 ഉണ്ട്. 6.5 ഇഞ്ച് അതിനകത്തോട്ട് നമ്മൾ വരച്ചു. ഇച്ചിരി അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ പടി വെക്കുന്ന ഭാഗത്തുനിന്ന് ഇങ്ങോട്ടൊരു 5.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. 5.5. ഈ കൈക്കുഴിയുടെ ഇവിടുന്ന് 6 ഇഞ്ച് അടയാളപ്പെടുത്തണം. 6 ഇഞ്ച് കൈക്കുഴിയുടെ ഇവിടുന്ന് 6 ഇഞ്ച്. ഈ ഫ്രണ്ടിൻ്റെ അവിടുന്ന് 5.5 ഇഞ്ച് മാർക്ക് വരച്ച്
അതിന് ശേഷം നമ്മുടെ നടുക്ക് ഭാഗം നമ്മൾ നേരത്തെ വരച്ചിട്ടിട്ടുണ്ട് 15 ഇഞ്ച്. 15 ഇഞ്ചിൻ്റെ ഇവിടുന്ന് ഈ 15 ഇഞ്ചിലോട്ടും ഇവിടുന്ന് ഈ 15 ഇഞ്ചിലോട്ടും വളച്ചു കൊടുക്കണം. ഈ 5.5-ന്ന് 15 ഇഞ്ചിലോട്ടും ഈ 6 ഇഞ്ചിലോട്ടും വളച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ അങ്ങ് വരയ്ക്കാം. മനസ്സിലായോ? അപ്പം നമുക്ക് വെട്ടാം. ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഫ്രണ്ട് പീസിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ചെയ്യണം. ഉണ്ടോ? ഇനി ഇതിന് കട്ട് ബാൻഡ് അതൊക്കെ നമുക്ക് വെട്ടിയെടുക്കണം. കട്ട് ബാൻഡിൻ്റെ നീളവും വീതി ഞാൻ മറ്റേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9 ഇഞ്ച് നീളം 4 ഇഞ്ച് വീതി ഉള്ള 6 കട്ട് ബാൻഡ് എടുക്കണം. 6 പീസ് വേണം, 3 പീസ് വെച്ച്. അപ്പം അതിൻ്റെ 6 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ബാൻഡിൻ്റെ. നേരെ നമ്മൾ മടക്കിയിട്ടതിന് ശേഷം ഇതിൻ്റെ ഈ നടുക്ക് ഭാഗത്തുനിന്ന് 1 ഇഞ്ച് മേലോട്ട് കുഴിച്ച് ഈ അറ്റത്തോട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ പടിയൊക്കെ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പടി കട്ട് ചെയ്താൽ മതി.